ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളിന്ന് അതിൻ്റെ മുന്നേ വേറൊരു കാര്യം കൂടി പറയാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞുതരാം. ഇതാണ് കുരുടി ഉണ്ടാക്കുക കേട്ടോ. കുരുടി എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ ഈ ഉണ്ടാക്കുന്നത്. ഈ ഒരു മെഷീൻ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ഉരുളായിട്ട് ഇരിക്കുന്നത് ഗോതമ്പാണ്. അത് മൊത്തം സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഗോതമ്പ് 3 ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉള്ളതാണ് കേട്ടോ അത്. ആ ഒരു മെഷീൻ കണ്ടില്ലേ, ആ മെഷീനിക്ക് അത് ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക, തേങ്ങയൊക്കെ നമ്മൾ മിക്സിയിലിട്ട് അരക്കൂല, അതുമാതിരി അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കറക്കിയിട്ട് അതിങ്ങനെ അതിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണം. പിന്നെ അപ്പോൾ ഈ വെള്ളത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കണില്ലേ, പിന്നെ ആ വെള്ളത്തിൽ ഇടും കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉള്ളിലുള്ള പരിപ്പ്, അതായത് നമ്മൾ ഗോതമ്പ്, അത് അതിൽ ആ വെള്ളത്തിൽ പിന്നെ അത് ഇങ്ങനെ അതിലൊക്കെ വേസ്റ്റ് ഇങ്ങനെ ഉരുട്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ അത്. അപ്പോൾ അവരതിൻ്റെ ഉള്ളിൽ നിന്ന് മൊത്തം എടുക്കൽ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. ഇത് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ, ഭയങ്കര ഒരു ജാതി സ്മെല്ലാണ്. തിന്നണ ഒരു സാധനമാണ്, നമ്മളങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര വൃത്തിയായിട്ടൊരു സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്മെല്ല് കേട്ടിട്ട് ഞാൻ പുറത്തിറങ്ങി പോയി നോക്കിയതാണ്. അപ്പോഴാണ് പറഞ്ഞത് അവർ കുരുടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ വീഡിയോ എടുക്കട്ടെ എന്ന്. അപ്പം നിങ്ങൾ പറഞ്ഞു ആ കുരുടി ഉണ്ടാക്കണ എടുത്തു പറഞ്ഞത് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ചൂട് കാലത്തോട്ട് ഉണ്ടാക്കാൻ പറ്റും. ചൂട് കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് ഉണക്കണം കേട്ടോ. അതിപ്പോൾ ചൂടത്തല്ലേ നടക്കുള്ളൂ. രാവിലെ അവരിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും അത് ഫുള്ള് ഉണങ്ങിയിട്ട് എടുത്ത് വെച്ചിട്ട് 1 വർഷം യൂസ് ചെയ്യുമെന്നാട്ടോ പറഞ്ഞത്. ഇതിപ്പോൾ അവരതിൻ്റെ ഇടയിലുള്ളതൊക്കെ എടുക്കുകയാണ്. ഇത് 2-3 വട്ടം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ്ടോ, ആ വെള്ളം ഇതാക്കിയിട്ട് ഗോതമ്പ് മാറ്റിയെടുക്കുകയാണ്. ഗോതമ്പിൻ്റെ ആ ചണ്ടി വേസ്റ്റൊക്കെ ഇങ്ങനെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മച്ചുവിന് നല്ല ചീത്തയും കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വരെയെന്ന് ചീത്ത കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് അവന് കോലുകൊണ്ട് അളക്കാൻ വരുന്നു. ഇങ്ങനെ കൈ കൊണ്ട് അളക്കണുണ്ടാക്കുമ്പോൾ കൈ കൊണ്ടൊന്നും അവന് അങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും ഇങ്ങനെ അളക്കാൻ ചെല്ലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവന് കോലുകൊണ്ട് അളക്കാൻ വേണ്ടി ചെല്ലിയിരുന്നു. അപ്പോൾ നാശാവും എന്നിട്ട് അവനോട് ചീത്ത പറയുന്നു. മച്ചുവിന് ചീത്ത കേട്ടോ? മച്ചുവിന് എങ്ങനെ ചീത്ത പറഞ്ഞ്? എങ്ങനെ മോശി ചീത്ത പറഞ്ഞ എന്നോട്? ഇത് ചെയ്യണ്ട പറഞ്ഞ എന്നോട്? എങ്ങനെ പറഞ്ഞു? ചീത്ത പറഞ്ഞു അല്ലേ? അടി കിട്ടും പറഞ്ഞില്ലേ? പറയേ. ഓനൊന്നും പറയുന്നില്ല. ഓൻ ഈ വീഡിയോ പിന്നെയും കണ്ടപ്പോൾ ആ ചീത്ത ഓർമ്മ വന്നു എന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ ആദ്യത്തെ വെള്ളത്തിൽ നിന്ന് വേറൊരു വെള്ളത്തിൽ കിട്ടും, പിന്നെ അടുത്ത വെള്ളത്തിൽ കിട്ടും, അങ്ങനെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഈ ലാസ്റ്റ് എടുത്തതാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് 2-ാമരെയും 3-ാമരെയും ഒക്കെ ഇനി ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്രത്തോളം നമുക്ക് കിട്ടാൻ കഴിയുന്നുണ്ട് അത്രത്തോളം എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലേന്ന് അതിലിട്ട് അടി കിട്ടും കയ്യിൽ നിന്നിട്ടാ. ബാറ്റ് ഉണ്ട് അവിടെ, പക്ഷെ ബാറ്റ് ഉണ്ട് എന്ന് പറയരുത്. അങ്ങനെ ചൂണ്ടി കാണിച്ചാലേ അതിൻ്റെ കയ്യിലുള്ള വടിയില്ലേ അതുമത്തെ ചീച്ചി അതിലാവുള്ളൂ കേട്ടോ. അപ്പം ഉമ്മ തല്ലും. ഉമ്മയുടെ നല്ല ഇടി കിട്ടിയിട്ടേ ഇതാണ്ട് കിടക്കണു പറഞ്ഞിട്ട് ബോധം കെട്ടു വെക്കും. പിന്നെ ഈ പിഴിഞ്ഞെടുത്ത വെള്ളമൊക്കെ ഇനി അരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ചെമ്പട്ടിയിൽ എന്താ പറയുക, അതിൻ്റെ മുകളിലൊരു തുണി കെട്ടിക്കണു. പിന്നെ അതിൻ്റെ മുകളിൽ അരിപ്പ നമ്മുടെ ഓട്ടത്തട്ടുണ്ടല്ലോ അതും വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ പാർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ പാർന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ ഊറി നിൽക്കുന്ന വെള്ളം ഉണ്ടല്ലോ, നമ്മൾ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ ആ ഊറി നിൽക്കുന്ന വെള്ളം, മേലത്തെ വെള്ളം കളഞ്ഞിട്ട് ആ ഊറി നിൽക്കുന്ന വെള്ളം കൊണ്ടാണ് ഈ കുരുടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ പാർന്നുകൊണ്ടിരിക്കുകയാണ്. ആൾ നല്ല പ്രായമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ 1-2 വരി നിർത്തിയിട്ടൊക്കെ പാരുന്നത്. ക്ഷീണിച്ചിട്ട് ഞാൻ 1-2 വരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ നമുക്കറിയാത്തൊരു സാധനമല്ലേ, അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ പിന്നെ ഓലെന്നെ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പിടിച്ചു നോക്കുക നല്ല ഇടങ്ങേറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ എന്താ പറയുക, എന്തോ ഒരു കാഴ്ചക്കാരത്തികളമാതിരി വീഡിയോ എടുക്കുക. ആൾ നല്ല ബുദ്ധിമുട്ടിയിട്ട് ഇതിപ്പോൾ ആരും ചെയ്യുമ്പോൾ നമുക്കൊരു ഇടങ്ങാറല്ലേ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരു ചോദിക്കുക നിങ്ങളവിടെ എങ്ങനെയൊന്നും ഇല്ലേന്ന്. കാരണം ഞാനും മറ്റും നല്ല കൗതുകത്തിൽ നോക്കി നിൽക്കുന്നത് ഇതിപ്പോൾ എന്താ സാധനം, ഇതിനിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകണേ, ഇതെന്താ കാട്ടാൻ പോകണേ. ഞാനിത് ഒറ്റ ദിവസം കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഈ ഒരു സംഭവം ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് കഴിയുന്ന ഒരു പരിപാടിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഇത്രയും റിസ്ക് ഉണ്ടെന്ന് അറിയില്ല. ഗോതമ്പ് 3 ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ മെഷീനിലിട്ടിട്ട് അരച്ചെടുക്കണം. പിന്നെ അത് ഊറാനൊന്ന് വെക്കണം. എത്ര ദിവസത്തെ പണിയെടുക്കണം എന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല.
കാരണം ഓലിനോട് പറഞ്ഞു ഉണ്ടാക്കിയിട്ട് തരാമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. പക്ഷെ അതിങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഉണ്ടാക്കണ കണ്ടപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് എടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനിപ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്നോട് പറഞ്ഞു രാവിലെ 7 മണിക്ക് അവർ ഉണ്ടാക്കൽ തുടങ്ങും വെയിലാകുമ്പോഴത്തേനാണ്. അപ്പോൾ ഞാൻ നീറ്റ് വന്നപ്പോഴത്തേന് ഇതാ കത്തിക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 7 മണി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളവിടെ 7 മണി എന്ന് പറഞ്ഞാൽ 8 മണിയൊക്കെ ആവുമല്ലോ തുടങ്ങാൻ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഒരു വെയിലാണതിൻ്റെ മുന്നേ ഇത് ഉണ്ടാക്കിയിട്ട് വെയിലത്ത് ഉണക്കാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് ഏതാ വെച്ചിട്ട് അപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കണില്ല ഒരു സംഭവം. എന്താ ഫൂഫു, മറ്റേ നമ്മുടെ പൂളയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം. അത് ഉണ്ടാക്കും പോലെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആ ഊറി നിൽക്കണ വെള്ളമാണ്. അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ആ നേരത്തെ പാരുന്നത് കണ്ടില്ലേ, അതിലെ മേലത്തെ വെള്ളം ഒഴിവാക്കി ആ ഊറി നിൽക്കണ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഇതാക്കി എടുക്കുകയാണ്. നമ്മൾ പത്തിരിയൊക്കെ ഇതാക്കണ മാതിരി ഇങ്ങനെ വാട്ടുക എന്നല്ല, എന്താ പത്തിരി പറയാം, ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ്. ഇത് കുറേ നേരം വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണിക്ക് ഞാൻ കുറച്ച് നേരം ഇത് വീഡിയോ എടുത്തിട്ട് ഞാൻ പോയി കുറച്ച് മച്ചൊക്കെ മച്ചുവിനെ നീപ്പിച്ച് വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഈ പരിപാടി തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഓല് പറഞ്ഞു നല്ലോണം വേവണം, എന്നാലുള്ളൂ പെട്ടെന്ന് ഉണങ്ങിയിട്ട് കിട്ടുക എന്ന് പറഞ്ഞു. ഉണങ്ങിയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മെഷീനിലാണ് ഇനി ഇവരത് ഈ സംഭവം ഉണ്ടാക്കണത്. അപ്പോൾ അത് കൂടെ തന്നെ പോരണമെന്നുണ്ടെങ്കിൽ നല്ലോണം വെന്ത് സോഫ്റ്റായിട്ട് കിട്ടണം, കട്ടയൊന്നും പറ്റൂല എന്നൊക്കെ. ഏതാനും ഇതിൻ്റെ അളക്കൽ പരിപാടികൾ മറ്റേ എന്താ പറയുക കട്ടകളൊക്കെ ഉടച്ച് ശരിയാക്കി 4 പുറലൊക്കെ ഇനി റെഡിയാക്കുകയാണ് കേട്ടോ. റെഡിയാക്കി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ പാർന്നിട്ട് ഇതിന് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റത്തെ പരിപാടി കേട്ടോ. ഏതാനും ഒരു ചെറിയൊരു ചൂടോട് കൂടിയാണ് കേട്ടോ ഇതിങ്ങനെ എടുത്തിട്ട്. ഇതാണിപ്പോൾ ആ സംഭവം കേട്ടോ. ഇത് 2 വീഡിയോ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വെവ്വേറെ സ്ഥലമായി തോന്നുന്നത്. വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്തതാണ് കേട്ടോ. ആ വീട്ടിലത്തെല്ലാം നമുക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ആ സമയത്ത് പോലും ഉണ്ടാക്കിയപ്പോൾ നമുക്ക് കുറച്ച് തിരക്കപ്പെട്ടു. അപ്പോൾ ഞാനിത് എടുക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് പോയിട്ട് എടുത്തതാണ് കേട്ടോ. ഈ ഒരു മെഷീൻ ഈ മെഷീനിക്ക് പോലെ അത് മറ്റേ ഈ മാവുണ്ടല്ലോ അത് കൊടുന്നിട്ട് അങ്ങനെ ഇടും. എന്നിട്ട് അതിൻ്റെ ഇതുപോലെ എടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. ഇതാണ്ടോ ആ ഒരു സംഭവം ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് താഴെ മറ്റേ നമ്മളെ നൂലുപുട്ടിൻ്റെ അച്ചന്ന് വരുന്ന മാതിരി ഇങ്ങനെ വരും. ചിറ്റി ഇങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഈ പറഞ്ഞ സാധനം. എന്താണ് കുരുടി. ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നുണ്ട് ഈ പറയുന്ന സാധനത്തിന്. ഇത് നൂലുപുട്ട് ഉണക്കിയത് ഞാൻ ഫസ്റ്റ് സമയത്തൊക്കെ ബോംബെക്ക് വന്ന സമയത്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നൂലുപുട്ട് ഉണക്കിയതാന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ നൂലുപുട്ടുണ്ടല്ലേ, നമ്മൾ പത്തിരിയൊക്കെ കണ്ടിട്ടില്ലേ, ബാക്കി വരുന്ന പത്തിരി നമ്മൾ ഉണക്കി കഴിഞ്ഞിട്ട് നമ്മൾ പൊരിച്ചെടുക്കുമല്ലോ, അതേമാതിരി നമ്മളെ നൂലുപുട്ട് ഉണക്കിയതാണ് ഈ തരുന്നത് എന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് പരീക്ഷിച്ച് നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് ഗോതമ്പ് കൊണ്ടുള്ള പരിപാടിയാണെന്ന്. അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞാലാണ് ഈ കുരുടി എന്ന് പറഞ്ഞ സംഭവം റെഡിയാണ്. അപ്പോൾ എന്തായാലും കുരുടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഉണ്ടാക്കുന്നത് വേറൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ